കാസർകോട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതരെ അവഗണിക്കുന്നു സംസ്ഥാന സർക്കാർ എന്ന വാർത്ത വരുന്നു. ദുരിതബാധിതരിൽ പലരുടെയും പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസമായി. ചികിത്സാ സഹായത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. 24 ബ്രേക്കിംഗ്. ഇല്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊന്നുമില്ല. മാസത്തിൽ 1100 പെൻഷൻ കിട്ടിക്കൊണ്ടായി, അതും മുടങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങളായി. പിന്നെ മരുന്നില്ല, ഒരു സഹായവും ഇല്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. അത് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയതോടെ എല്ലാം മുടങ്ങിയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റൽ ചികിത്സ എവിടെ പോയാലും ഒന്നിനുള്ള ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. ചോദിച്ചാൽ പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇതുമില്ല, ഇതില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഫണ്ടില്ല, ഇതില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നമ്മളിവിടെ എന്ന് വെച്ചാൽ 4 ആൺകുട്ടികളും എൻഡോസൾഫാനിലാണ്. എന്തായാലും ഈ 6000-ലധികം എൻഡോസൾഫാൻ ദുരിതബാധിതർ ആ പ്രദേശത്തുണ്ട്. നേരിട്ട് കണ്ടാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല. കാരണം നമ്മൾ ഫണ്ടില്ലെങ്കിൽ ഫണ്ട് കണ്ടുപിടിക്കുക തന്നെ വേണം. കാസർഗോഡ് ആയതുകൊണ്ട് ആ ജില്ല ചിലപ്പോഴൊക്കെ അവഗണിക്കപ്പെടുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം തോന്നാറുണ്ട്. ഇപ്പോൾ കാസർഗോഡും അതുപോലെ തന്നെ കന്യാകുമാരി ഏതാണ്ട് ഒരേ അവസ്ഥയാണ്, നോക്കാൻ ആളില്ലാത്ത പോലെ. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരോട് നമ്മൾ പൊതുവിൽ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. യഥാർത്ഥത്തിൽ ഈ 6000-ലധികം വരുന്ന ഈ ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ തന്നെ വളരെ സൗഭാഗ്യത്തോടെ കേരളത്തിൽ ഓടി നടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നേരിട്ട് കണ്ടാലേ നമ്മൾ മനസ്സിലാകൂ. SKN40യുടെ ഭാഗമായിട്ട് നമ്മൾ അവരിൽ 10-250 ആൾക്കാരെ കണ്ടിരുന്നു. ആ കുഞ്ഞുങ്ങൾ കൈകാലുകൾ അവരുടെ നിയന്ത്രണമില്ലാതെ നീണ്ടുപോവുക, അവയവങ്ങൾക്കെല്ലാം ഭംഗം വരും, ഇതെല്ലാം ആ കുട്ടികൾ അനുഭവിക്കും. ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് പോലും സ്വാധീനമുണ്ട്. അവർ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു ജനതയാണ് ഈ കാസർഗോഡ് എൻഡോസൾഫാൻ വിക്ടിംസ്. അവർക്ക് വേണ്ടി കണ്ണു തുറക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇനി മടിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ നമ്മുടെ കേരളത്തിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നമായിരുന്നെങ്കിൽ കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് ഞാൻ കാസർഗോഡ് വെച്ച് ആലോചിച്ചു. അരുൺ പാറയ്ക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാസർഗോഡ് ജില്ലയെക്കുറിച്ച് നമുക്ക് ആദ്യം ആലോചിക്കുമ്പോൾ തന്നെ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരെ കുറിച്ചാണ് ഓർമ്മ വരിക. 6000-ലധികം എൻഡോസൾഫാൻ ദുരിതബാധിതരുണ്ട്. പക്ഷേ അവരുടെ കൃത്യമായ കണക്ക് പോലും സർക്കാരിൻ്റെ കൈവശമില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ജില്ലാ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ എത്ര പേരുണ്ട് എന്ന കണക്ക് അവർക്ക് കൃത്യമായി അറിയില്ല. 6700 എന്ന് ചില ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, മറ്റാളുകൾ 6500 എന്ന് പറയുന്നുണ്ട്. പലരും മരിച്ചുപോയി, അതുകൊണ്ട് കണക്കെടുത്തിട്ടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പറയുന്നത്. അപ്പോൾ ആർക്കും ഇത്തരത്തിൽ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒരു മനസ്സ് വരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വരുന്ന ഗുരുതരമായ ആരോപണം ഇവരുടെ പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസത്തോളമായി എന്നുള്ളതാണ്. നമ്മളോട് പ്രതികരിച്ചത് കാസർഗോഡ് എടനീരിലുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ 4 പേരാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരായുള്ളത്. അവരുടെ പെൻഷനാണിപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. അവർക്ക് 6 മാസത്തിലധികമായി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ലഭിക്കുന്ന മാസത്തിൽ 1700 രൂപ ലഭിക്കുന്ന ആ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ചികിത്സാ സഹായം പോലും മുടങ്ങിയിട്ടുണ്ട്. ചികിത്സാ സഹായം ലഭിക്കുന്നില്ല. 2 പേർക്ക് മാത്രമാണ് ചികിത്സാ സഹായം ഈ പെൻഷൻ ലഭിച്ചത് എന്ന് പറയുന്നു. ചികിത്സാ സഹായം ആർക്കും ലഭിക്കുന്നില്ല. ഒരാൾക്ക് ഈ ഷുഗറിൻ്റെ അസുഖമുണ്ട്, ഡയബറ്റീസ് അസുഖമുണ്ട്. അതിന് നിലവിൽ ചികിത്സ ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കാലമായി ചികിത്സ ലഭിക്കുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. കളക്ടറേറ്റിൽ എൻഡോസൾഫാൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ അവരെ അറിയിച്ചത് സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ തന്നെ താൽക്കാലികമായി നിർത്തലാക്കിയിട്ടുണ്ട് എന്നാണ് കുടുംബത്തെ അറിയിച്ചത്. പെൻഷനുമില്ല, ചികിത്സാ സഹായവുമില്ല. അവരുടെ തുടർ ചികിത്സയൊക്കെ ഇപ്പോൾ മുടങ്ങിയ മട്ടാണ്. ആശുപത്രിയിൽ പോകുമ്പോൾ പണം കൊടുക്കണം. ഈ 4 പേരാണ് ആ കുടുംബത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരായുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെയധികം പ്രതിസന്ധിയിലാണുള്ളത്. സർക്കാർ കണ്ണു തുറക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ജില്ലയിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ളൊരു സ്ഥിതിയാണ്. ഈ മഞ്ചേശ്വരം താലൂക്കിലെ പല ഭാഗങ്ങളിലും എൻഡോസൾഫാൻ ദുരിതബാധിതർ കൂടുതലായുണ്ട്. അതുപോലെ തന്നെ പുല്ലൂർ പെരിയ പഞ്ചായത്തിലും അമ്പലത്തറയിലുമൊക്കെ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഇതേ സ്ഥിതി അനുഭവിക്കുന്നു എന്നാണ് സങ്കടകരമായ കാര്യം. പലരുടെയും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്, ചികിത്സാ സഹായവും മുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആർക്കും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, ജില്ലയിൽ സെൽയോഗം വിളിച്ചിട്ടും വർഷങ്ങളായി എന്ന വാർത്ത നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് ചുമതലയുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് പോലും അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നില്ല എന്നാണ് സങ്കടകരമായ കാര്യം.